ഹായ് ഹലോ എല്ലാവർക്കും 60ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ബിന്നിൻ്റെ നൂബിൻ പോവുകയാണ് ഉണ്ടായിരുന്നത്. ബിന്നി ആദ്യം കുറച്ച് ഡൗൺ ആയിരുന്നു, പോകെ പോകെ അത് ശരിയായി വന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് കഴുകനെക്കുറിച്ചാണ്. അതാണ് ഷാനവാസ്. ആദില നൂറ ശരിക്കും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ഷാനവാസ്. അതിൻ്റെ അകത്ത് ഗെയിം കൊണ്ട് വന്നിട്ട് കുളമാക്കാൻ നോക്കുന്ന ഷാനവാസാണ്. ഇതെല്ലാവരുടെ അടുത്തും ചെയ്യുന്നതാണ് ഷാനവാസ്. ആദില നൂറ എന്നോട് പറയുകയാണ്, ഇന്നലെ മട്ടൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയത് അനുമോളാണ്. അനുമോൾ ആളെ നോക്കിയാണ് വിളമ്പത്, അതുകൊണ്ടാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. അനുമോളുടെ കൂടെ നിങ്ങൾ നടക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഷാനവാസ് വളച്ച് തിരിച്ചോടിക്കാൻ ഷാനവാസിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇത് ചിലപ്പോൾ ഷാനവാസിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പം കണ്ണ് തുറന്ന് കാണും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇന്ന് വരാൻ പോകുന്ന ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ, ഒനീലിൻ്റെ, നെവിൻ്റെ ആയിരുന്നു. അവർ വന്നു, അടിപൊളിയായിട്ട് പോയി. അവർ വരുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതിൻ്റെ ഇടയിൽ ജിസയിൽ വീണ്ടും വിഷം തിരുകുന്നുണ്ടായിരുന്നു ഷാനവാസിനോട്. എപ്പിസോഡിൽ അത് മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം വിഷം തിരികിയത് അക്ബറിനെ കുറിച്ചും ഒനീലിനെ കുറിച്ചുമാണ്. ഈ കോൺവെർസേഷൻ കുറച്ചൊക്കെ ആര്യൻ കേൾക്കുന്നുണ്ട്. ആര്യൻ അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ട് ജിസേലിനോട്, നീയും അക്ബറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ കോൺവെർസേഷൻ ഇന്നലെ നമ്മളെല്ലാം കൈ കൊടുത്ത് പിരിഞ്ഞൊരു കാര്യമല്ലേ? വീണ്ടും എല്ലാവരോടും ഇത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ഒപ്പീനിയൻ തേടാനാണ് നിൻ്റെ പ്ലാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിന്നോടാണ് എനിക്കിപ്പോൾ ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജിസേൽ പയ്യെ ചിരിച്ചിട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ജിസേലിൻ്റെ കളിയാണ് എന്ന് തോന്നുന്നു. ഷാനവാസ്, അക്ബർ, ഒനീൽ ഇവർ 3 പേരെയും തമ്മിൽ തല്ലി തെറ്റിച്ചിട്ട് ചോര കുടിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാവുമെന്ന് ഇനിയുള്ള ദിവസം കണ്ടറിയാം. അവരുടെ എല്ലാവരുടെയും ഫാമിലി വന്നു പോയതിന് ശേഷം ഷാനവാസിന് ഒരു കാര്യം വീണ് കിട്ടുന്നുണ്ട്, അനുമോളെ കൊട്ടാൻ വേണ്ടിയിട്ട്. അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അലുവ ബിന്നീൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി പോകുന്നുണ്ട്. ഇത് ഷാനവാസ് അറിയുകയും ഷാനവാസ് നല്ല രീതിയിൽ അനുവിനിട്ട് കൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഷാനവാസ് അക്ബറിനെ കൊട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കാര്യം എടുത്തിട്ട് വരികയാണ് ചെയ്തത്. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിലേൻ്റെ കാര്യം. ഫാമിലി വീക്ക് വരുന്നതിന് മുന്നേ ആദിലേനോട് അക്ബർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിൽ നിന്ന് വരാൻ പോകുന്നത് ദിയാസനയല്ലേ? അത് ഒരു ഫ്ലോയിൽ വന്നു പോയതാണ്. അക്ബറിന് അങ്ങനെയുണ്ട്, ആക്കാൻ നേരത്ത് കുറച്ച് അധികം ഇട്ട് അങ്ങ് ആക്കും. അത് പുള്ളിയുടെ നേച്ചറാണ്, അങ്ങനെ വന്നു പോയതാണ്. അതിന് അക്ബർ പോയി സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ വന്ന് അക്ബറിനോട് പറഞ്ഞപ്പം. അത് നൂറയ്ക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ആ ഒരു പൊട്ടബുദ്ധിക്ക് പറഞ്ഞതാണ് എന്ന് നൂറ അവിടെ പറയുകയുണ്ടായി. ഇത് നേരെ ഇന്ന് ഷാനവാസ് എടുത്ത് ഒനീലിനോട് പറയുന്നുണ്ട്. അത് മോശമായി എന്നൊക്കെ അവർ സംസാരിക്കുന്നതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അക്ബറാണ് ഇന്ന് ലക്ഷ്മിയുടെ അമ്മ വന്നപ്പം പിന്നെ ലക്ഷ്മി അകത്തേക്ക് കയറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാർപോർച്ചിലെങ്കിലും ഇരുത്തും എന്നുള്ള കാര്യം എടുത്തിട്ട് സംസാരിച്ചത്. അക്ബറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ, പക്ഷേ എന്നിരുന്നാലും അക്ബർ തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുകയും ഞാൻ ചെയ്യും. അത് ശരിയായില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലോയിൽ വന്നതാണ് ലക്ഷ്മിയുടെ അമ്മ, അല്ലാതെ മീൻ ചെയ്ത് പറഞ്ഞതല്ല. പിന്നെ എപ്പിസോഡിൽ കാണിച്ച പ്രധാന ഭാഗമായ നെവിൻ്റെയും അനുമോളുടെയും കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 2 പേരുടെ ഭാഗത്തും ന്യായമുണ്ട്. അനുമോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ പാമ്പർ ചെയ്തിട്ട് അച്ഛനും അമ്മയൊക്കെ വളർത്തിയൊരു കുട്ടിയാണ്. സോ അമ്മയും അനിയത്തിയും വന്നപ്പം നെവിന് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. അത് കണ്ടതുമാണ്. ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ ക്യാരക്ടർ അതല്ലായിരുന്നു. അപ്പോൾ അനുമോൾ വിചാരിച്ചു എന്താണ് സന്തോഷമില്ലാത്തത്, പിന്നെ നെവിൻ്റെ ഫ്രണ്ട് വരാത്തത് കൊണ്ടാണോ സന്തോഷമില്ലാത്തത് എന്ന് അനുമോൾ വിചാരിച്ച് പോയി സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അമ്മയും അനിയത്തിയും വന്നതിൽ നെവിന് സന്തോഷമുണ്ട്. പക്ഷേ നെവിൻ അവരുടെ വീട്ടിലെ അന്നമാണ്, അതായത് അവരുടെ മൂത്ത കാർന്നവരെ പോലെയാണ്. സോ നെവിന് അവിടെ ഒരു പിന്നെ കച്ചേരിയും കളിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സ്റ്റേണായിട്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെയാണ് നെവിൻ പെരുമാറിയത്. ഫ്രണ്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫണ്ണായേനെ. ആ ഫ്രണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് വിട്ടത്. സോ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ സങ്കടമല്ല കാണിച്ചത്, ആ ഒരു സ്റ്റബോൺനെസ്സും കാർന്നവരാവുന്ന പരിപാടിയൊക്കെയാണ് നെവിൻ അവിടെ ചെയ്തത്. അത് നല്ല രീതിയിൽ നെവിൻ പറയുന്നതുമുണ്ട്. ജിസേലിൻ്റെ ചോര കൂടിയൊക്കെ എന്താവുമെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.